ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മുടെ ഹോണ്ട ആക്റ്റീവ വണ്ടിയുടെ സ്റ്റാർട്ടിങ് കംപ്ലൈൻ്റ് ആയിട്ട് പോയി എടുത്തു വന്ന വണ്ടിയാണ്. പക്ഷേ നമ്മൾ ചെന്നെടുക്കുമ്പോഴും വണ്ടി സ്റ്റാർട്ടിങ്ങിൽ വേറെ പ്രശ്നമൊന്നും ഉണ്ടായില്ല. ഓൾറെഡി വണ്ടി സ്റ്റാർട്ടായി വണ്ടി നമ്മൾ ഓടിച്ചു കൊണ്ടുവന്നു. അതിനുശേഷം ഇന്നും നമ്മൾ ഏകദേശം ഒരു 8-10 കിലോമീറ്ററോളം ഓടിച്ചു. കംപ്ലയിൻറ്റ്സ് എന്തെങ്കിലും കാണിക്കണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. നിലവിൽ യാതൊരു കംപ്ലയിൻറ്റും ഇപ്പോഴത്തെ കണ്ടീഷനിൽ വണ്ടിക്ക് കാണിക്കുന്നില്ല. വണ്ടി കിലോമീറ്റർ ഓടിയാണെങ്കിൽ 39,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും വരാൻ സാധ്യതയുള്ളൊരു കംപ്ലയിൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെഡിനകത്ത് കരി വന്നിട്ടുള്ള പ്രോബ്ലം ആയിരിക്കാം. അങ്ങനെ വന്ന കേസിലാണ് ഇതേപോലത്തെ ഒരു ലക്ഷണം കാണിക്കുക. അതായത് വണ്ടി ഓടി വന്ന സമയത്ത് വണ്ടി ഓഫായി പോവാം. അതൊരു 10 മിനിറ്റ് കഴിഞ്ഞ് ആക്സിലേറ്റർ കൊടുത്തടിച്ച് സാധാരണ രീതിയിൽ എടുക്കാറുണ്ട്. അതായിരിക്കുള്ളൂ ഞങ്ങൾ ചെന്ന് വണ്ടി എടുത്ത് കഴിഞ്ഞപ്പോൾ വണ്ടി സ്റ്റാർട്ടായി പോകുന്നതിൻ്റെ കേസ്. അത് വാൽവിനകത്ത് കരി നിൽക്കുമ്പോൾ വന്ന മിസ്റ്റേക്കാണത്. അപ്പോൾ അത് കിലോമീറ്റർ ബേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 30,000 കിലോമീറ്ററിൽ സാധാരണ രീതിയിൽ നമുക്ക് എഞ്ചിൻ ഹെഡ് അഴിച്ച് ക്ലീൻ ചെയ്യേണ്ടതാണ്. ഇപ്പോൾ ഏകദേശം 39,000 കിലോമീറ്റർ ആയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ലക്ഷണങ്ങളും കൂടി കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ കംപ്ലയിൻറ്റ് വരാനാണ് 99% സാധ്യത കേട്ടോ. അപ്പോൾ നിലവിൽ വണ്ടി നമ്മളിപ്പോൾ ചെക്ക് ചെയ്ത് വേറെ പറയത്തക്ക കംപ്ലയിൻറ്റ്സ് കാണിച്ചിട്ടില്ല. അപ്പോൾ അത് ഹെഡ് റോളിംഗ് ആയിട്ട് ചെയ്താലാണ് ഇനിയിപ്പോൾ 100% നമുക്ക് ആ ഒരു കംപ്ലയിൻറ്റ് റിപ്പീറ്റ് വരില്ല എന്നുള്ളത് വെച്ച് പറയാൻ പറ്റുള്ളൂ. ശരിക്കും ആ കംപ്ലയിൻറ്റ് കാണിക്കുന്ന സമയത്ത് വേണം നമ്മളത് ചെക്ക് ചെയ്യാനായിട്ട്. അത് എന്താണ് അതിൻ്റെ പ്രശ്നം എന്നുള്ള കേസ് വരാനായിട്ട്. ഇപ്പോൾ ലക്ഷണങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഈ കംപ്ലയിൻറ്റുമായിട്ടാണ് മാച്ച് ആവാം കേട്ടോ. അപ്പോൾ നോക്കിയിട്ട് എന്തെങ്കിലും ഒന്ന് പറയാം, അതനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാം. ഇപ്പം നിലവിൽ വണ്ടി ഓടിച്ച് നോക്കി വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല. ഞങ്ങൾ എടുത്തു കൊണ്ടുവന്നപ്പോഴും വേറെ കംപ്ലയിൻറ്റ്സ് ഒന്നും കാണിച്ചിട്ടില്ല. ഓക്കെ.